Okay, welcome to study board. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ തേർഡ് യൂണിറ്റ് ആണ്, നമ്മുടെ നാലാമത്തെ മോഡ്യൂളിൽ തേർഡ് യൂണിറ്റ് ആണ്. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ, ടാക്സ് ഇൻവോയ്സ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിട്ടേൺസ് എന്ന് പറയുന്ന തേർഡ് യൂണിറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ അപ്പോൾ റിട്ടേൺസ്, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം വരാവുന്നത് എന്താണ് റിട്ടേൺ എന്നതാണ്. സോ വാട്ട് യു മീൻ ബൈ റിട്ടേൺ എന്ന ചോദ്യം വരാം. ദ ടേം റിട്ടേൺ ഈസ് യൂസ്ഡ് ഇൻ ദിസ് ലോ as under any other taxation laws, as refers to a document by which details of transactions are furnished to the relevant authorities. Simply റിട്ടേൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ ടാക്സ് ലോ പ്രകാരം പറയുകയാണെങ്കിലും റിട്ടേൺ എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റുകളാണ് ബൈ വിച്ച് ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫർണിഷ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് മുൻപോട്ട് വെക്കുക എന്നുള്ളതാണ്. എല്ലാ വിവരങ്ങളും മുൻപോട്ട് വെക്കുക എന്നുള്ളതിനെയാണ് ഫർണിഷ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ട്രാൻസാക്ഷൻസ് ആർ ഫർണിഷ്ഡ് ടു ദ റെലവൻറ്റ് ടാക്സ് അതോറിറ്റീസ്. അപ്പോൾ ടാക്സ് അതോറിറ്റീസിന് ഡോക്യുമെൻറ്റുകൾ, അതായത് എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിരിക്കുന്ന ഡോക്യുമെൻറ്റുകളെ എന്താണ് മുമ്പോട്ട് വെക്കുക എന്നുള്ളതിനാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി എ ടാക്സ് റിട്ടേൺ എന്താണ്? എ ടാക്സ് റിട്ടേൺ ഇസ് എ ഫോം ഓർ ഫോംസ് ഫർണിഷ്ഡ് ഇലക്ട്രോണിക്കലി ഓർ മാനുവലി വിത്ത് എനി ഓഫ് ദ ടാക്സ് അതോറിറ്റീസ് ദാറ്റ് റിപ്പോർട്ട്സ് ഇൻകം, എക്സ്പെൻസ് ആൻഡ് അതർ റെലവൻറ്റ് ഇൻഫർമേഷൻ. ടാക്സ് റിട്ടേൺ എന്താണ്? അതൊരു ഫോമാണ്. ഇറ്റ്സ് എ ഫോം ഓർ ഫോംസ് ഫർണിഷ്ഡ് ഇലക്ട്രോണിക്കലിയാണ് ഫർണിഷ് ചെയ്യുന്നത്, മാനുവലി വിത്ത് എനി ടാക്സ് അതോറിറ്റി ദാറ്റ് റിപ്പോർട്ട്സ് ഇൻകം, എക്സ്പെൻസ് ആൻഡ് അതർ റെലവൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 97 പറയുന്നത്, ഈ പറഞ്ഞ റിട്ടേൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, GST റിട്ടേണിനെ. സോ CGST ആക്ട് 2017 സെക്ഷൻ 2 സബ്സെക്ഷൻ 97 ഈ പറയുന്ന റിട്ടേൺ, GST റിട്ടേൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനി റിട്ടേൺ പ്രിസ്ക്രൈബ്ഡ് ഓർ അതർവൈസ് റിക്വയർഡ് ടു ബി ഫർണിഷ്ഡ് ബൈ ഓർ അണ്ടർ ദിസ് ആക്ട് ഓർ rules made thereunder. Any return prescribed or otherwise required to be furnished by or under this act or the rules made thereunder എന്നുള്ളതാണ്. GST ഡിപ്പാർട്ട്മെൻറ്റ് പെർമിറ്റ്സ് ദ ഫോളോയിങ് മോഡ്സ്. GST ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് താഴെ പറഞ്ഞ കാര്യങ്ങൾ പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ത്രൂ ഓൺലൈൻ പോർട്ടൽ, ദാറ്റ് ഈസ് www.gst.gov.in, ത്രൂ ഓഫ്ലൈൻ യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ബൈ GSTN, ത്രൂ GST സുവിധ പ്രൊവൈഡേഴ്സ്, അതായത് gst.gov.in നമുക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യാം. പിന്നെന്താണ് ഓഫ്ലൈനായിട്ട് GST എന്താണ് നമ്മുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫയൽ ചെയ്യാം. പിന്നെ GST സുവിധ പ്രൊവൈഡേഴ്സ് ഉണ്ട്, അതുവഴി നമുക്ക് എന്താണ് ഫയൽ ചെയ്യാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ പ്രൊസീജിയർ ഓഫ് ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, എ നോൺ resident taxable person and a person paying tax under the provisions of section 10 or section 51 or section 52 shall furnish electronically subject to such conditions and restrictions and in such form and manner as may be prescribed the details of outward supply of goods or service or both effected during a tax period on or before the 10th day of the month succeeding the said tax period, and such details shall, subject to such conditions and restrictions, within such time and in manner as may be prescribed, be communicated to the recipient of the said supplies. അതായത് സെക്ഷൻ 10, സെക്ഷൻ 51, സെക്ഷൻ 52 ഇതിലൊക്കെ പറയുന്നത് നമ്മൾ എന്താണ് ഇലക്ട്രോണിക്കലി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഈ ഡീറ്റെയിൽസ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിയതും പ്രധാനമായിട്ടും സാധനങ്ങൾ വിറ്റതും ഇൻവേർഡും കാണിക്കണം, എന്താണ് ഔട്ട്വേർഡ് സപ്ലൈയും എന്താണ് കാണിക്കുക എന്നുള്ളതാണ്, ഒരു ടാക്സ് പീരീഡിൽ കാണിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് പ്രൊസീജിയർ ഓഫ് ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈയിൽ പറയുന്നത്. ഇനി provided further that any extension of time notified by the Commissioner of State Tax or Commissioner of Union Territory Tax shall be deemed to be notified by the Commissioner. അതായത് എന്തെങ്കിലും എന്താണ് കൃത്യമായിട്ടും ടൈം ലിമിറ്റ് ആവശ്യമുണ്ടെങ്കിൽ, എക്സ്റ്റൻഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മീഷണറെ അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോകുക എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അതായത് ഇൻവേർഡ് സപ്ലൈസിനെ കുറിച്ചിട്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഹോൾസെയിലർ ആണെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് അത് അയാൾ വാങ്ങണ നേരത്ത് അതിനാണ് ടാക്സ് കൊടുത്തത്, ആ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ പുതിയ ടാക്സ് ഈടാക്കാൻ പറ്റുള്ളൂ. കാര്യം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വാല്യൂവിനാണ് ടാക്സ് വരിക, അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് ഒരുപാട് ടാക്സ് വരും. അതായത് ആദ്യം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാധനം വിൽക്കുകയാണ്, അപ്പോൾ വിൽക്കണ നേരത്ത് അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, മാനുഫാക്ചർ അടുത്തുന്നത് ഹോൾസെയിൽ അടുത്തേക്കും, ഹോൾസെയിൽ അടുത്ത് റീറ്റെയിൽ അടുത്തേക്കും പോവുകയാണ്. അപ്പോൾ മാനുഫാക്ചർ വിൽക്കുമ്പോൾ മാനുഫാക്ചർ കയ്യിൽ നിന്ന് ഒരു 10 അല്ലെങ്കിൽ 12% GST വാങ്ങുന്നു.
അപ്പോൾ 100 രൂപേൻ്റെ സാധനത്തിന് ഈ 12% GST കൂടി ചേർത്തിട്ട് ഹോൾസെയിലർ വാങ്ങുക. അപ്പോൾ 112 രൂപ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇയാൾ വിൽക്കുന്ന നേരത്തെ ഈ 12 രൂപ കുറയ്ക്കണം. എന്നിട്ട് എന്താണ് ഇയാൾ 10 രൂപക്ക് അധികം കൊടുക്കുകയാണെങ്കിൽ 110 രൂപ ഈടാക്കുക. അതിന് 12% കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന സാധനം വിൽക്കാനായിട്ട്. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ഇൻവേർഡ് സപ്ലൈയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചിട്ടും. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഓർ എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ or a person paying tax under provisions of section 10, section 51, section 52 shall verify, validate, modify or delete if required the details relating to outward supply. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ എന്താണ് സെക്ഷൻ 10, 51, 52 പ്രകാരം എന്താണ് ഇത് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കൃത്യമായിട്ട് എന്താണ് ഇൻവേർഡ് സപ്ലൈയെക്കുറിച്ചും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചും പറയണം അല്ലെങ്കിൽ സൂചിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ ഓർ, അതായത് ഈ ഇൻപുട്ട് സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ ഈ ഇൻവേർഡ് സപ്ലൈയോ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റോ കിട്ടില്ല. അവരെല്ലാത്ത വ്യക്തികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സോ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഓർ എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഓർ എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10, സെക്ഷൻ 51 ഓർ സെക്ഷൻ 52 ഷാൽ ഫർണിഷ് ഇലക്ട്രോണിക്കലി ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ്. ഓക്കെ, അത് പറഞ്ഞു പോവാണ്. പിന്നെന്താണ് ഓരോ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഫർണിഷിംഗ് ഓഫ് മന്ത്ലി റിട്ടേൺ ആണ്, അതായത് മന്ത്ലി റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അത് സെക്ഷൻ 39 അതിനെക്കുറിച്ച് പറയുന്നത്. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഓർ എ നോൺ, അപ്പോൾ ഇത് രണ്ട് ഈ വ്യക്തികളെ ഒഴിവാക്കുക. പേഴ്സൺ ഓർ എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10 ഓർ സെക്ഷൻ 51, സെക്ഷൻ 52. അപ്പോൾ ഈ 3 സെക്ഷൻ വരുന്നുണ്ട്. ഷാൽ എവരി കലണ്ടർ മന്ത് ഓർ പാർട്ട് ദെയർ ഓഫ് ഫർണിഷ് ഇൻ ഫോം മാനർ വിത്തിൻ സച്ച് ടൈം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് റിട്ടേൺ ഇലക്ട്രോണിക്കലി ഓഫ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ. എല്ലാ മാസവും എന്താണ് ഇൻവേർഡ് സപ്ലൈയും ഔട്ട്വേർഡ് സപ്ലൈയും കൃത്യമായിട്ടും ഫർണിഷ് ചെയ്യണം. അത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറും ഈ പറയുന്ന നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്, സെക്ഷൻ 10, സെക്ഷൻ 51, സെക്ഷൻ 52 പ്രകാരം ആയിരിക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒന്ന് പറഞ്ഞത്, രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 10 ഷാൽ ഫോർ ഈച്ച് ഫിനാൻഷ്യൽ ഇയർ ഓർ പാർട്ട് ദെയർ ഓഫ് ഫർണിഷ് റിട്ടേൺ. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്, നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫസ്റ്റ് റിട്ടേണിനെ കുറിച്ച് പറയുകയാണ്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഫസ്റ്റ് റിട്ടേൺ? സെക്ഷൻ 40 ഫസ്റ്റ് റിട്ടേണിനെ കുറിച്ച് പറയുന്നത്. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് മെയ്ഡ് ഔട്ട്വേർഡ് സപ്ലൈ ഇൻ ദ പീരിയഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കേം ലയബിൾ ടു ഗെറ്റ് രജിസ്ട്രേഷൻ till the date on the registration which has been granted shall declare the same in the first return furnished by him. അതായത് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന എന്താണ് റിട്ടേൺ ആണ് ഫസ്റ്റ് റിട്ടേൺ. അപ്പോൾ അത് എന്താണ് നിയമപരമായിട്ടുള്ള ലാംഗ്വേജിൽ ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ആ ലാംഗ്വേജ് തന്നെ നമ്മൾ എക്സാമിന് എഴുതണം എന്നുള്ളതാണ്. പിന്നെ വാട്ട് യു മീൻ ബൈ ആനുവൽ റിട്ടേൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെക്ഷൻ 44 എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 51 ഓർ സെക്ഷൻ 52 എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് എ നോൺ റെസിഡൻറ്റ് taxable person shall furnish an annual return which may include a self-certified reconciliation statement reconciling the value of supplies declared in the return furnished for the financial year. Okay, ഇനി ഫൈനൽ റിട്ടേൺ ആണ്. സെക്ഷൻ 45 കുറിച്ച് പറഞ്ഞത്. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു ഫർണിഷ് എ റിട്ടേൺ അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 39 ആൻഡ് ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ് ഷാൽ ഫർണിഷ് എ ഫൈനൽ റിട്ടേൺ വിത്തിൻ 3 months ഓഫ് ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ. അതായത് ഇയാൾ എന്താണ് ക്യാൻസൽ ചെയ്യുന്നതിന് മുൻപായിട്ട് അവസാനം ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ. സെക്ഷൻ 45 അതിനെക്കുറിച്ച് പറയുന്നത്. വേരിയസ് റിട്ടേൺസ് ആണ് അണ്ടർ GST ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTR 1 എന്താണ്, റിട്ടേൺ ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ആണ്. അത് മന്ത്ലി ചെയ്യേണ്ട കാര്യമാണ്. ഡ്യൂ ഡേറ്റ് എപ്പോഴും വരിക 11th ഓഫ് ദ നെക്സ്റ്റ് മന്ത്. എല്ലാ മാസം 11 ചെയ്യണം. അപ്ലിക്കബിലിറ്റി നോർമൽ റെഗുലർ ടാക്സ് പേഴ്സ് ചെയ്യേണ്ടതാണ്. GSTR 2 വരുന്നത് റിട്ടേൺ ഓൺ ഇൻവേർഡ് സപ്ലൈ ആണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനത്തിന് GST അടച്ചത് സൂചിപ്പിക്കാനായിട്ട്, അതായത് നമുക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവേർഡ് സപ്ലൈൻ്റെ GST നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അത് GSTR 2 പ്രകാരമാണ്. മന്ത്ലി ആണ്. 15th ആണ് എല്ലാ മാസവും. നോർമൽ റെഗുലർ ടാക്സ് പെയർ അടയ്ക്കേണ്ടതാണ്. GSTR 3 മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യാനാണ്. മന്ത്ലി ആണ്. 20th നെക്സ്റ്റ് മാർച്ച് ആണ്. റെഗുലർ അല്ലെങ്കിൽ നോർമൽ ടാക്സ് പേയേഴ്സ് ആണ്.
GSTR 3B വരുന്നത് മന്ത്ലി സമ്മറി റിട്ടേൺ ആണ്, മന്ത്ലി ആണ്. 20, 22, 24th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആണ്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. GSTR 4 വരുന്നത് റിട്ടേൺ ബൈ കോമ്പസിഷൻ ടാക്സ് പേയേഴ്സ് ആണ്, ക്വാർട്ടർലി ആണ്. 18th ഓഫ് ദ മന്ത് സക്സീഡിങ് ദ ക്വാർട്ടർ ആണ്, കോമ്പസിഷൻ ടാക്സ് പെയർ ആണ്. GSTR 5 വരുന്നത് റിട്ടേൺ ബൈ നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ ആണ്, മന്ത്ലി ആണ്. 20th ഓഫ് ദ നെക്സ്റ്റ് മന്ത് വിത്തിൻ 7 days ആണ്, നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് GSTR 4 ആണ്. അത് റിട്ടേൺ ബൈ കോമ്പസിഷൻ ടാക്സ് പേയേഴ്സ് ആണ്, ക്വാർട്ടർലി ചെയ്യേണ്ടതാണ്. കോമ്പസിറ്റ് ടാക്സ് നമ്മൾ കണ്ടിട്ടുണ്ടതിന് മുമ്പ്, അതായത് ഒരുപാട് ടാക്സ് നിരക്കുകളിലെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട്, അതിൽ പല സബ് യൂണിറ്റ് ഉണ്ടാവും, അതിൽ പലതിനും പല ടാക്സ് നിരക്കുകളായിരിക്കും. പിന്നെ എന്താണ് റിട്ടേൺ ബൈ നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ ആണ്, അത് GSTR 5 ആണ്, മന്ത്ലി ആണ്. ഇത് വരുന്നത് 18th ഓഫ് ദ മന്ത് ആണ് കോമ്പസിഷൻ ടാക്സ് പെയർ അടയ്ക്കേണ്ടത്. ഇവിടെ നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ അടയ്ക്കേണ്ടത് GSTR 5 ആണ്, മന്ത്ലി ആണ്. 20th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആണ്, ഓർ വിത്തിൻ 7 days ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് രജിസ്ട്രേഷൻ, നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ ആണ്. GSTR 5A വരുന്നത് റിട്ടേൺ ബൈ ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ആണ്, ഓർ റിട്രീവൽ സർവീസ് ആണ്, മന്ത്ലി ആണ്. 20th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ആണ്. GSTR 6 വരുന്നത് റിട്ടേൺ ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, മന്ത്ലി ആണ്. 13th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആണ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. GSTR 7 വരുന്നത് റിട്ടേൺ ഓഫ് ദ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്, മന്ത്ലി ആണ്. 10th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആണ്, ടാക്സ് ഡിഡക്റ്റഡ് ആണ്. GSTR 8 വരുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്, മന്ത്ലി ആണ്. 10th ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആണ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. GSTR 9 ആനുവൽ റിട്ടേൺ ആണ്, ആനുവലി ആണ്. 31st December ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്, നോർമൽ ടാക്സ് പെയർ ആണ്. GSTR 9A വരുന്നത് ആനുവൽ റിട്ടേൺ ബൈ കോമ്പോസിഷൻ സപ്ലയർ ആണ്, ആനുവലി ആണ്. 31st December ആണ്, കോമ്പൗണ്ടിങ് ടാക്സ് പെയർ ആണ്. GSTR 9B വരുന്നത് ആനുവൽ റിട്ടേൺ ഓൺ ടാക്സ് കളക്റ്റഡ് സോഴ്സ് ആണ്, ആനുവലി ആണ്. 31st December ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. GSTR 9C വരുന്നത് കോപ്പി ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31st December ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് ടേൺ ഓവർ എക്സീഡ്സ് 2 crore ആണ്. GSTR 10 ഫൈനൽ റിട്ടേൺ ആണ്, അതെന്താണ് വൺസ് ഓൺ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്, വിത്തിൻ 3 months ഓഫ് ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ആണ്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ചെയ്യേണ്ടത്. GSTR 11 വരുന്നത് ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ്, UIN ക്ലെയിമിംഗ് റീഫണ്ട് ആണ്, മന്ത്ലി ചെയ്യേണ്ടത്. 28th മുമ്പ് ചെയ്യണം എല്ലാ മാസവും. പേഴ്സൺ ഹാവിങ് UIN ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഇതിലേതെങ്കിലും ഒരു 5 മിനിമം നോക്കി വെക്കുക. ചിലപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഓരോന്നും ഏതൊക്കെ റിട്ടേൺ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നോട്ടീസ് ടു ഡിഫോൾട്ടേഴ്സ് ആണ്. അതായത് ഈ പറഞ്ഞ ടാക്സ് റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന നോട്ടീസാണ്. അത് സെക്ഷൻ 46 പറയുന്നത്. വെൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഫെയിൽസ് ടു ഫർണിഷ് എ റിട്ടേൺ, അതായത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ, ഫർണിഷ് എന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്യുക, നമ്മളെല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഫർണിഷ് എന്ന് വെച്ചാൽ. ഫെയിൽസ് ടു ഫർണിഷ് എ റിട്ടേൺ അണ്ടർ സെക്ഷൻ 39, 44 ഓർ സെക്ഷൻ 45, a notice shall be issued in GSTR 3A electronically requiring him to furnish such a return within 15 days. അത് 15 ദിവസത്തിനുള്ളിൽ അത് ഫർണിഷ് ചെയ്യണമെന്നാണ് ഇലക്ട്രോണിക്കലി GSTR 3A പ്രകാരം എന്താണ് ഒരു നോട്ടീസ് അയക്കണം എന്നുള്ളതാണ്. ഇനി ലേറ്റ് ഫീസ് പറയുന്നുണ്ട്, ലേറ്റ് ഫീസ് ഓഫ് ഫയലിംഗ് റിട്ടേൺ, അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ലേറ്റ് ഫീസ് എങ്ങനെയാണ് വരുന്നത്? എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ഓർ സപ്ലൈസ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 37 or returns required under section 39, section 45 or section 52 by due date shall pay a late fee അടയ്ക്കണം of 100 rupees every day. കൃത്യമായിട്ട് റിട്ടേൺ ആ സമയത്തുള്ള ഫയൽ ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസം 100 രൂപ വെച്ച് അടയ്ക്കണം. 5000 രൂപ വരെ പോകും. 5000 കഴിഞ്ഞാൽ പിന്നെ അത് 5000 ആണ് അടയ്ക്കേണ്ടത്. Any registered person who fails to furnish the return required under section 44 by the due date shall liable to pay a late fee of ₹100 for every day during which such failure continues, subject to a maximum of an amount calculated at a quarter percentage of its turnover in the state or union territory. Okay, any registered person who fails to furnish the return required under section 44 by the due date shall liable to pay a late fee of ₹100 every day during such failure continues to a subject of maximum amount calculated to a quarter percentage. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ് ലേറ്റ് ഫീനെ കുറിച്ചിട്ട്. ഒന്നുകിൽ സെക്ഷൻ 39, 45, 52 പറഞ്ഞത് ദിവസം 100 രൂപ വരെ വരും, അത് 5000 രൂപ വരെ. ഇതിൽ പറഞ്ഞത് ദിവസം 100 രൂപ വരും, ചിലപ്പോൾ എന്താണത് നമ്മളെ മൊത്തം ടേൺ ഓവറിൻ്റെ 0.25 0.25% വരെ ടേൺ ഓവർ ചിലപ്പോൾ ലേറ്റ് ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മളെ ഡിഫോൾട്ടഡ് റിട്ടേൺ, അതായത് ഇപ്പോൾ റിട്ടേൺ ഓൺ ഔട്ട്വേർഡ് സപ്ലൈ ഡിഫോൾട്ട് വരികയാണെങ്കിൽ 100 രൂപ വരെയാണ് ദിവസം വരിക, അത് 5000 രൂപ വരെ പോകും. റിവൈസ്ഡ് നിരക്ക് വന്നത് 25 രൂപ പ്രതിദിനാക്കിയിട്ടുണ്ട് GST SGST.
5000 വരെ കൊണ്ടുപോകും. റിട്ടേൺ ഓൺ ഇൻവേർട്ട് സപ്ലൈ 100 രൂപ വരെയായിരുന്നു പണ്ട്, അത് 5000 വരെ. ഇപ്പോൾ അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി സമ്മറി റിട്ടേൺ GSTR 3B 100 രൂപ വരെ പെർ ഡേ വരും. ഡിലേ വരുന്നത് 5000 രൂപ വരെ വരും. പിന്നെന്താണ്, അതിപ്പോൾ റിവൈസ് ചെയ്തിരിക്കുന്നത് 500 പെർ ഡേ, 500 പെർ റിട്ടേൺ ആണ്. അത് 250 ആക്കും. പിന്നെന്താണ് 2000 മാക്സിമം വരും എന്നുള്ളതാണ്. ചിലതിന് എന്താണ് ടാക്സ് പേയേഴ്സ് വിത്ത് AATO വരാണെങ്കിൽ 5000 വരെ പോകുന്നുള്ളതാണ്. പിന്നെ അതിലും ചിലണ്ട് എന്താണ് ബിറ്റ്വീൻ 1.5 to 5 crore ആകുമ്പോൾ 2500, 10,000 റിട്ടേൺ വരിക. AATO above 5 crore ടേൺ ഓവർ വരികയാണെങ്കിൽ. പിന്നെ റിട്ടേൺ ഫോർ സപ്ലൈ ഓഫ് ദ കോമ്പസിഷൻ ഡീലർ വരുമ്പോൾ 100 പെർ ഡേ വരും. ഫോർ ഡിലേ മാക്സിമം ലിമിറ്റ് 5000 ആണ്. ₹500 പെർ റിട്ടേൺ ഫോർ നിൽ ടാക്സ് പേയേഴ്സ് ആണ്. 250 ഈച്ച് അണ്ടർ CGST ആൻഡ് SGST. ആനുവൽ റിട്ടേൺ 100 പെർ ഡേ ഫോർ ഡിലേ മാക്സിമം 0.25% ആണ് ഓഫ് ടേൺ ഓവർ ഇൻ ദ സ്റ്റേറ്റ് ഓർ UT. ഇത് റിവൈസ് ചെയ്തിട്ടില്ല. ഫൈനൽ റിട്ടേണും 100 പെർ ഡേ ആണ്, 5000 വരെയാണ്. ഇതുവരെ റിവൈസ് ചെയ്തിട്ടില്ല. ഇനി GST പ്രാക്ടീഷണേഴ്സിന് ഓക്കെ, അപ്പോൾ ആനുവൽ റിട്ടേണിന് 100 രൂപയാണ്. അത് ചിലപ്പോൾ മാക്സിമം 2.25 വരും. റിട്ടേൺ ഓൺ കോമ്പസിഷൻ സപ്ലൈ ഡീലറിൻ്റെ റിട്ടേൺ വൈകുകയാണെങ്കിൽ 100 പെർ ഡേ, അത് 5000 വരെ പോകും. അത് ഇപ്പം 500 ആക്കിയിട്ടുണ്ട് നിൽ ടാക്സ് പേയേഴ്സിന്. ബാക്കിയുള്ളവർക്ക് 2000 ആണ്. പിന്നെന്താണ് ആനുവൽ റിട്ടേൺ ഇങ്ങനെയാണ്, അത് റിവൈസ് ചെയ്തിട്ടില്ല. ഫൈനൽ റിട്ടേൺ റിവൈസ് ചെയ്തിട്ടില്ല. ഇനി GST പ്രാക്ടീഷണേഴ്സ് അവരെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ വരുന്നത് സെക്ഷൻ 48-ലാണ്. GST പ്രാക്ടീഷണേഴ്സ് ആരാണ്? നമുക്ക് വേണ്ടി GST ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ് GST പ്രാക്ടീഷണേഴ്സ്. So the manner of approval of goods and service tax practitioners, their eligibility conditions, duties and obligations, manner of removal and other conditions relevant for their functioning. അതായത് GST ഫയൽ ചെയ്യാൻ ചില ആൾക്കാർക്ക് എന്താണ് അതിനുള്ള ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കുറിച്ചിട്ടാണ്. The registered person may authorize an approved goods and service tax practitioner to furnish the details of outward supply under section 37, the return under section 39, section 44 or section 45. അതായത് GST രജിസ്റ്റർ ചെയ്തൊരു വ്യക്തി എന്താണ് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാക്സ് പ്രാക്ടീഷണറെ എന്താണ് കണ്ടിട്ട് അയാൾ മുഖാന്തരം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഫയൽ ചെയ്യാവുന്നതുള്ളൂ. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 55 പറഞ്ഞത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ മീൻസ് എനി പേഴ്സൺ ഹു ഹാസ് ബീൻ അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 48 ടു ആക്ട് ആസ് സച്ച് പ്രാക്ടീഷണർ. ആരാണ് GST ടാക്സ് പ്രാക്ടീഷണർ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 55-ലാണ് പറയുന്നത്. ഇനി ഒരു GST ടാക്സ് പ്രാക്ടീഷണർ ആവേണ്ട എലിജിബിലിറ്റി എന്താണ്? ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആവണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെന്താണ് ഒരു കേസിന് ഇൻസോൾവൻസിക്ക്, അതായത് പാപ്പരത്വം വരാൻ പാടില്ല, ഒരു കോർട്ടും കൺവിക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ് ഈ കമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസറാവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് CBDTൻ്റെ മെമ്പറാവാം, അങ്ങനെ ആരും ആവാം. പിന്നെന്താണ് പിന്നെ ഒരു ടാക്സ് പ്രാക്ടീഷണറായിട്ട് എൻറോൾ ചെയ്യണം 5 വർഷത്തിനുള്ളിൽ. പിന്നെ ഏതെങ്കിലും ഡിഗ്രി ഇന്ത്യയിൽ, അതായത് ഇപ്പോൾ ഡിഗ്രി ഓഫ് കോമേഴ്സ് ആവാം, ലോ ആവാം, ബാങ്കിങ് ആവാം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA ആവാം, എന്തും ആവാം. പിന്നെന്താണ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടുകയാണെങ്കിലും അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചാൽ മതി. പിന്നെ ഗവൺമെൻറ് പറഞ്ഞൊരു എക്സാമിനേഷൻ നമ്മൾ പാസ്സായാൽ മതി. പിന്നെന്താണ് പിന്നെ CA, അതേപോലെ ICWA, CAൻ്റെ എക്സാമിനേഷൻ, ICWAൻ്റെ അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിനേഷൻ, പിന്നെ കമ്പനി സെക്രട്ടറിൻ്റെ എക്സാമിനേഷൻ, ഇതൊക്കെ പാസ്സായ ആൾക്കാർക്ക് എന്താണ് ടാക്സ് പ്രാക്ടീഷണർ ആവാം. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ട് ടാക്സ് പ്രാക്ടീഷണർ ആവണമെങ്കിൽ. ഇതൊക്കെ എന്താണ് ഈ എന്താണ് ഘടകങ്ങൾ ഉള്ള ആൾക്കാർക്കൊക്കെ ആവാം. ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ഒരാൾ CA ആയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ, CA അല്ലെങ്കിൽ ഡിഗ്രിയോ ഒന്നും ഇല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞ ഏതൊരു എക്സാം പാസ്സായാൽ മതി. ഇത് ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ റൂൾ 83A പ്രകാരം നടക്കുന്നത്. അപ്പോൾ അതാരാ കണ്ടക്ട് ചെയ്യുന്നത്? NACIN ആണ്. അത് നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതൊരു വർഷത്തിൽ 2 പ്രാവശ്യം കണ്ടക്ട് ചെയ്യും. 2.5 മണിക്കൂർ എക്സാം ഉണ്ടാവും, 200 ചോദ്യങ്ങളുണ്ടാവും. 50% മാർക്കോട് കൂടി പാസ്സാകണം. ഇനി ഈ പറഞ്ഞ എന്താണ് GST പ്രാക്ടീഷണറുടെ റോൾ എന്താണെന്നുള്ളതാണ്. അത് റൂൾ നമ്പർ 83 പറഞ്ഞത്. അത് ഇയാൾക്ക് എന്താണ് ഈ ഔട്ട്വേർഡ് ഇൻവേർഡ് സപ്ലൈൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാൻ പറ്റും. പിന്നെ മന്ത്ലി, ക്വാർട്ടർലി, ആനുവൽ, ഫൈനൽ റിട്ടേൺ ഒക്കെ ഫർണിഷ് ചെയ്യാൻ പറ്റും. ഡെപ്പോസിറ്റ് ഓഫ് ഫോർ ക്രെഡിറ്റ്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് സാധിക്കും. പിന്നെ എന്താണ് ഫയൽ എ ക്ലെയിം ഫോർ റീഫണ്ട്, ഫയൽ an application or cancellation of registration, file an e-way bill, furnish details of challan, inform GST ITC 04, file an application for amendment or cancellation of enrollment under Rule 58, file an intimation to pay tax.
ഇനി ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ജി എസ് ടി പ്രാക്ടീഷണറിൻ്റെ ടാക്സ് ഓതറൈസേഷൻ ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ഡ്യൂ ഡിലിജൻസ് ആണ്, ബിഫോർ ഫർണിഷിംഗ് എനി ഡോക്യുമെൻറ്റ് എൻഷുർ ദ ഫാക്ട്സ് മെൻഷൻഡ് ആർ ട്രൂ ആൻഡ് കറക്റ്റ്, ഫിക്സ് ഹിസ് ഡിജിറ്റൽ സിഗ്നേച്ചർ, അപ്പിയർ ആസ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ബിഫോർ എനി ഓഫീസർ. ഓക്കെ, ഇനി ജി എസ് ടി പ്രാക്ടീഷണേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ടേക്ക് ഓതറൈസേഷൻ ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ഡ്യൂ ഡിലിജൻസ്. അതായത് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ജി എസ് ടി ആണ് ഫയൽ ചെയ്യേണ്ടത്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കൃത്യമായ അറിവോടുകൂടി ചെയ്യുക. ബിഫോർ ഫർണിഷിംഗ് എനി ഡോക്യുമെൻറ്റ് എൻഷുർ ദാറ്റ് ഫാക്ട്സ് മെൻഷൻഡ് ആർ ട്രൂ ആൻഡ് കറക്റ്റ്. ഡോക്യുമെൻറ്റുകൾ ഫർണിഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആൻഡ് ട്രൂ ഫാക്റ്റ് അല്ലേ നോക്കുക. ഫിക്സ് ഹിസ് ഡിജിറ്റൽ സിഗ്നേച്ചർ, കൃത്യമായ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫിക്സ് ചെയ്യുക. അപ്പിയർ ആസ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ബിഫോർ എനി ഓഫീസർ. ദെൻ സറണ്ടർ ഓഫ് എൻറോൾമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ. ഈ ഗുഡ്സ് ജി എസ് ടി പ്രാക്ടീഷണർക്ക് അയാളുടെ എൻറോൾമെൻറ്റ് സറണ്ടർ ചെയ്യാൻ ഒരു ഫോം ഫില്ല് ചെയ്യണം. ജി എസ് ടി PCT 6 ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ സീക്കിംഗ് ടു സറണ്ടർ ഹിസ് എൻറോൾമെൻറ്റ് ഷാൽ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ഫോം GST PCT 6 എറ്റ് ദ കോമൺ പോർട്ടൽ. The commissioner or an officer authorized by him may offer causing such enquiry as deemed fit and by order in form GST PCT 7. Condition for the purpose of appearance. അതായത് ചില കേസുകളിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ടാക്സ് ഓഫീസറിന് മുമ്പിൽ അപ്പിയർ ചെയ്യേണ്ടി വരും. അത് റൂൾ 84 പറഞ്ഞത്, നോ പേഴ്സൺ ഷാൽ എലിജിബിൾ ടു അറ്റൻഡ് ബിഫോർ എനി അതോറിറ്റി ആസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ ഇൻ കണക്ഷൻ വിത്ത് എനി പ്രൊസീഡിംഗ് അണ്ടർ ദ ആക്ട്. അതായത് നമ്മളൊരു ജി എസ് ടി പ്രാക്ടീഷണർ മുഖാന്തരമാണ് ജി എസ് ടി ഫയൽ ചെയ്തതെങ്കിൽ ആ പ്രാക്ടീഷണറാണ് എന്ത് ചെയ്യേണ്ടത്, അതായത് അതോറിറ്റിന് മുമ്പിൽ ഹാജരാവേണ്ടത്. ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ അറ്റൻഡിങ് ഓൺ ബിഹാഫ് ഓഫ് എ രജിസ്റ്റേർഡ് or an unregistered person in any proceeding under the